മക്കളെ വെൽക്കം ടു ഡോക്ടർ JPS ജൂനിയർ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടല്ലേ. അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിയിട്ടുണ്ട്, അതിൻ്റെ പാർട്സ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ നോക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ലാമ്പിനെ കുറിച്ചാണ്. നോക്കിയാലോ, എന്താണ് പേര്? ഡിസ്ചാർജ് ലാമ്പ്. ഈസിയാണ് ഈ ഭാഗം. നോക്കിക്കോ, ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അഥവാ പാർട്സ് നമുക്ക് ആദ്യം പഠിക്കാം. ഏതൊക്കെയാണ് നോക്ക്. ഏറ്റവും പുറമെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഏതാടാ? ഏറ്റവും പുറമെ ആയിട്ട് എന്തുണ്ട്? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. പഠിക്കാൻ പ്രശ്നമില്ലല്ലോ. ഇനി രണ്ട് എഡ്ജസിലായിട്ട് ആരുണ്ടടാ? ഇലക്ട്രോഡ്സ് ഉണ്ട്. ആരുണ്ട്? രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ, പ്രശ്നമില്ല. പിന്നെ നമ്മൾ എന്താക്കും? ഈ ഇലക്ട്രോഡ്സ് നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബാറ്ററി ആയിട്ട് എന്താക്കും? നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഏറ്റവും പുറമെ ഗ്ലാസ് ട്യൂബ് ഉണ്ട്. രണ്ട് എഡ്ജസിലായിട്ട് ആരുണ്ട്? രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ ഇലക്ട്രോഡ്സുകൾ തമ്മിൽ എന്താക്കും? നമ്മളൊരു ബാറ്ററി അല്ലെങ്കിൽ അഥവാ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ എന്താക്കും? കണക്ട് ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ മക്കൾ കാണണല്ലോ, ഒരു വാതകം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഇതൊക്കെ. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കിയോ. നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഈ ഇലക്ട്രോൺസിൽ നിന്ന് ഇലക്ട്രോൺസുകൾ എന്താവും? എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ആരുമായിട്ട് കൂട്ടിമുട്ടും? ഈ ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് കൂട്ടിമുട്ടും. ഗ്യാസ് മോളിക്യൂൾസ് എന്താവും? എനർജി, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അവിടെ എനർജി സ്റ്റേറ്റ് എന്താവില്ല, ഒരുപാട് നേരം അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? തിരിച്ച് സാധാരണ ഊർജ്ജ നിലയിലേക്ക്, നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. ഈ വരുന്ന സമയത്ത് അവർക്ക് എക്സ്ട്രാ കിട്ടിയ എനർജി എന്താക്കും? റേഡിയേഷൻസ് അഥവാ ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്യും. നോക്കിക്കോ, ഈസിയാണ്. ഞാൻ പറഞ്ഞ ഇതിൽ എന്തുണ്ട്? ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടല്ലേ? യെസ്, നോക്കിക്കോ, ഇതായിരുന്നു ഗ്യാസ് മോളിക്യൂൾസ്. ഇത് നിൽക്കുന്നത് ഏതിലാണ്? ലോവർ എനർജി സ്റ്റേറ്റിലാണ്. ലോവർ എനർജി സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഇലക്ട്രോൺസ് വന്ന് കൂട്ടിമുട്ടും. ആര് വരും? ഇലക്ട്രോൺസ് വന്ന് എന്താക്കും? കൂട്ടിമുട്ടും. ഇവരെങ്ങോട്ടേക്ക് പോവുകടാ? ഇവർ ഹയർ സ്റ്റേറ്റിലേക്ക്. ഇത് ലോവർ എനർജി സ്റ്റേറ്റിലായിരുന്നു. ഇലക്ട്രോൺസ് വന്ന് കൂട്ടിമുട്ടുമ്പോൾ എന്താവും? ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഇയാളങ്ങ് പോവും. ഈ ഗ്യാസ് മോളിക്യൂൾസ് പോവും. ഇതേതാ സ്റ്റേറ്റ് മക്കൾ പറ? ഹയർ എനർജി സ്റ്റേറ്റ് ആണ്. ഹയർ എനർജി സ്റ്റേറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിന് എനർജി കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത കുറവായിരിക്കും. ഇവർ ഇവിടെ ഒരുപാട് നേരം നിൽക്കില്ല. ഇതായിരുന്നു ഇവരെ വീടെങ്കിൽ ഇവരെന്തായി? വീട്ടിൽ നിന്ന് പുറമേക്കാണ് പോയത്. നമുക്ക് എന്താക്കുക? ഒരുപാട് നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവർക്ക് എന്താവും? കിട്ടിയ ഊർജ്ജം എന്താവും? അങ്ങ് എമിറ്റ് ചെയ്യും. അവർക്ക് എക്സ്ട്രാ കിട്ടിയ ഇലക്ട്രോണിൽ നിന്ന് കിട്ടിയ എനർജി അവരെന്താക്കടാ? അവർ എമിറ്റ് ചെയ്യും. ഇവർ ഹയർ എനർജി സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇവരെങ്ങോട്ടേക്ക് വരും? ഇവർ വീട്ടിലേക്ക് വരികയാണ്. പണ്ടത്തെ അതേ സ്റ്റേറ്റിലേക്ക്, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരും. ഈ വരുന്ന സമയത്ത് അവരെന്താക്കും? കിട്ടിയ ഊർജം ലൈറ്റായിട്ട് എന്താവും? അങ്ങ് എമിറ്റ് ചെയ്യും. നോക്കണേ, വരുന്ന സമയത്ത് നേരത്തെ ഇലക്ട്രോണിന് കിട്ടിയ എനർജി എന്തായി? റേഡിയേഷൻസ് അഥവാ ലൈറ്റായിട്ട് എന്താക്കടാ? എമിറ്റ് ചെയ്യും. പ്രശ്നമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ എനർജി എന്തായി? ഒഴിവാക്കി. നേരെ ഹയർ സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വന്നു. ഈ വരുന്ന സമയത്താണ് നമുക്ക് എക്സ്ട്രാ കിട്ടിയ എനർജി ലൈറ്റ് എനർജി അഥവാ റേഡിയേഷൻസ് ആയിട്ട് എമിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ. When high voltage is applied at electrodes, gas molecules get excited. നമ്മൾ പറഞ്ഞു, excited molecules come back to their original state to attain stability. എനർജി കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി അഥവാ കുറവായിരിക്കും. When molecules come back their original state, energy is radiated as light. ഇത് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ പഠിച്ചാലോ? ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. തന്നിരിക്കുന്നവയിൽ ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഒന്നാമത്തെ ഏതാണ്? സോഡിയം വേപ്പർ ലാമ്പ്. ഒന്നാമത്തെ ഏതാണ്? സോഡിയം വേപ്പർ ലാമ്പ്. രണ്ടാമതാണ് മക്കളെ ഏതാണ്? ആർക്ക് ലാമ്പ്. ആർക്ക് ലാമ്പ്. മൂന്നാമതാണ് ഫ്ലൂറസെന്റ് ലാമ്പ്.
ഫ്ലൂറസെന്റ് ലാമ്പ്. നാലാമത് നമുക്ക് സുപരിചിതനായ വ്യക്തിയാണ് ആര്? CFL. ഈ 4 എക്സാമ്പിൾ മക്കൾ നോക്കണം, നോക്കാതെ പോവരുത്. ഒരു മാർക്കിനൊക്കെ ഇവിടുന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾ ഓക്കെ ആണേ. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, പിന്നെ ഫ്ലൂറസെന്റ് ലാമ്പ്, ലാസ്റ്റ് വൺ CFL. സെറ്റ്. ഇനി മക്കൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് മക്കളൊന്ന് നോക്കി വെക്കണം. ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ടങ്സ്റ്റൺ ആയിട്ട് ഫിലമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ചതാണ്, അവിടെ എന്തുണ്ട്, താപരൂപേണയുള്ള ഊർജ്ജ നഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഫിലമെന്റ് ഉണ്ടോടാ? നോ ഫിലമെന്റ്. ഫിലമെന്റ് ഇല്ലേ പിന്നെ നമ്മൾ പേടിക്കണോ? ഊർജ്ജ നഷ്ടമൊന്നും സംഭവിക്കില്ല. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഹാസ് ലോങ്ങർ ലൈഫ് ദാൻ ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ് ബൾബുകളെക്കാൾ എന്താണ് ലൈഫ് ഒക്കെ, ആയുസൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ എന്തുണ്ടാവും? ഷാഡോ അവിടെ ഫോം ചെയ്യായിരുന്നു, നിഴലുകൾ ഒക്കെ ഉണ്ടാവും. ഇവിടെ എന്താ, നിഴലുകൾ ഉണ്ടാവുന്നില്ല. നോ ഷാഡോ ഫോർമേഷൻ. ഓക്കെ ആണല്ലോ? ഈസി ആണേ. അപ്പോൾ നമ്മൾ എന്താക്കി, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് പഠിച്ചിട്ടുണ്ട്. എക്സാമിന് ഷോർട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം വിശദമാക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ആവുക. അപ്പോൾ മക്കൾ എഴുതണം. പാർട്സ് നമ്മൾ പഠിച്ചു, അതിന്റെ വർക്കിംഗ് പഠിച്ചു, പിന്നെ അതിന്റെ എക്സാമ്പിൾ പഠിച്ചു, അതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? അപ്പം എന്ത് ചെയ്യണം മക്കളെ, ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ JP's ജൂനിയർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.